നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലാകുമെന്നുള്ള വിഷയത്തിന്റെ 2ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു കടി ചെയ്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. അതിന്റെ മുന്നറിയിപ്പുകൾ എന്താണെന്ന് നോക്കുക. അപകടങ്ങൾ എവിടെയാണെന്നാണെന്നൊക്കെ നോക്കുക. ചില വഴിയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഡ്രൈവറായിട്ട് അറിയാം, വഴി യാത്ര ചെയ്യുമ്പോൾ ടേൺ ദിസ് വേ എന്നും പറഞ്ഞൊരു അല്ലേ ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ട്. കാരണം അവിടെ കൂടി പോയാൽ എന്താ, എല്ലാം പൊളിഞ്ഞു കിടക്കുക, വഴിയെല്ലാം പൊങ്ങി കിടക്കുക, വഴി റോഡ് താണ് ഒരു കാറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ പോയാലോട്ട് വീഴും. അതൊക്കെ ടേണ് അതാക്കാൻ അവർ ചുമ്മാ വെച്ചേക്കണെന്ന് പറഞ്ഞ് ചെന്ന് ചാടി കൊടുത്താൽ എന്ത് പറ്റി? പിന്നെ വണ്ടി പൊക്കിയെടുക്കാനായിട്ട് ലിഫ്റ്റ് വരേണ്ടി വരും. എന്താണ് ലിഫ്റ്റ് അല്ലേ? ലിഫ്റ്റ് കൊണ്ടുവരേണ്ടി വരും. അതിന് കാശ് കൊടുക്കണം അല്ലേ? ചുമ്മാ പറ്റുമോ? ക്രെയിൻ കൊണ്ടുവരണം. ക്രെയിൻ വണ്ടി വന്ന് പൊക്കണമെങ്കിൽ ഒരു വണ്ടിക്ക് എത്ര കൊടുക്കണം? 2000-3000 രൂപയൊക്കെ ചോദിക്കും. എന്തിനാണപ്പോൾ ആ ടേൺ ദിസ് വേ എന്നുള്ള അതൊന്ന് നോക്കിയൊക്കെ പോയാൽ പോരെ? അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതാ. എനിക്കും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ ക്രിസ്ത്യൻ ജീവിതത്തിൽ. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ വാത്സല്യ ദൈവമക്കളെ, ദേവദാസന്മാരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, നമുക്ക് ഈ വചനത്തിൽ തരുന്ന മുന്നറിയിപ്പുകൾ. ഇപ്പോ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം എന്താ? 3:3 ഒരു മുന്നറിയിപ്പാണ്. ഒന്ന് വായിച്ചേ. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഒരു മുന്നറിയിപ്പാ. അപ്പോസ്തലനായ പൗലോസ് തരുന്നൊരു മുന്നറിയിപ്പാ. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവിൻ, കർത്താവ് തന്നെ ഒരു മുന്നറിയിപ്പാ. പത്രോസ് തരുന്ന മുന്നറിയിപ്പ് എന്താ? സ്തോത്രം. വലഞ്ഞുപോയ ലോത്തിനെ ഓർത്തുകൊള്ളാൻ മുന്നറിയിപ്പാ. ഉപ്പുതൂണായി തീർന്ന ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവിൻ, മുന്നറിയിപ്പാ. ഈ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കരുത്. ഹല്ലേലൂയ. പ്രസംഗമെന്നുള്ളത് അപകട മേഖലകളെ തരണം ചെയ്ത് ദുരുപദേശത്തിന്റെ വള്ളിക്കെട്ടിൽ പോയി വീഴാതെ സുഗമമായി യാത്ര ചെയ്ത്, ചിലപ്പോൾ ഇടുക്ക് വഴിയായിരിക്കാം, കഷ്ടതകളുള്ള വഴികളായിരിക്കാം, ബുദ്ധിമുട്ടും ഞെരുക്കമുള്ള വഴികളായിരിക്കാം, പ്രയാസങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളുള്ള വഴികളായിരിക്കാം. ആ വഴിയിലൂടെ ഹ്രസ്വകാലം ഈ ഭൂമിയിലുള്ളൂ, ഏറെയാലും 70-80 സംവത്സരം. ആ യാത്ര ചെയ്ത് നിത്യതയിൽ ചെന്നെത്തുമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടുന്ന മുന്നറിയിപ്പുകളാണ് ഈ വചനത്തിൽ തരുന്നത് മുഴുവൻ. ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടതും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണെന്ന് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുക ചെയ്യും. അനുഗ്രഹം, 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 നന്മ, 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 വിടുതൽ, വിടുതൽ, വിടുതൽ. ഇതാണ് ഇന്നത്തെ പ്രസംഗം. ശരി, ഇപ്പം നിങ്ങൾ പറയാം, പാസ്റ്റർ നമുക്ക് അനുഗ്രഹം വേണ്ടേ? വേണം. എന്നും ദരിദ്രമായിട്ട് ഇരിക്കാൻ പറ്റുമോ? മക്കളൊക്കെ പഠിച്ച് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടായി ഒരു വീടൊക്കെ വെച്ച് ഒരു കാറ് പഠിച്ചു വേണം, അത് വേണം, അത്യാവശ്യം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതൊക്കെ വേണം നമുക്ക്. സ്വത്രം. അതിൽ അതിൻ്റെ പുറകെ നമ്മൾ ഓടണ്ട. നമ്മൾ എന്ത് ചെയ്യണം? പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ പദം തന്നെ ഞാൻ പറയാം. എന്ത് ചെയ്യണം? ആദിയിലവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കർത്താവ് എന്ത് ചെയ്യും? ആ ഒരു ചിന്ത പാസ്റ്റർമാരുടെയോ വിശ്വാസികളുടെയോ ഹൃദയത്തിൽ കയറിയിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ വേദനയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ ഓടുന്നു, വർക്ക് ചെയ്യുന്നു, കാര്യം ഹാർഡ് വർക്ക് എല്ലാം നല്ലതാണ്. എന്നാൽ ദൈവത്തെ വിട്ടുകളഞ്ഞാൽ, ദൈവത്തെ പ്രമാണത്തെ വിട്ടുകളഞ്ഞാൽ നമ്മൾ ലോത്തിന്റെ ഭാര്യയായിപ്പോ, നമ്മൾ ലോത്തിനെ പോലെ ആയിപ്പോ. പഴയ നിയമത്തിലെ കരുത്തനായ ഒരു ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല, കട്ടളയൊക്കെ പറിച്ചെടുത്ത്. ആരായിരുന്നു പാസ്റ്റർ? ശിംശോൻ. ശിംശോൻ എന്താ പവർഫുൾ അല്ലേ? ഈ കട്ടള ഒന്ന് പറിച്ചെടുക്കാമോ പാസ്റ്റർ? ഈ കട്ടള ഒന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ? അനങ്ങൂല, നമ്മുടെ കൈ പൊളിയത്തേ ഉള്ളൂ. പറ്റുമോ ഈ കട്ടള പറിച്ചെടുക്കാൻ? പക്ഷെ പുള്ളി അത് പറിച്ചെടുത്തു. വായനത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളി പറിച്ച് അത്ര കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. പുള്ളിയുടെ പവർ അല്ലത്, പുള്ളി ഒരു വൃതസ്ഥനാണ് അല്ലേ? ദൈവത്തിന്റെ വൃതസ്ഥനായ ശിംശോൻ, കരുത്തനായ ശിംശോൻ, ആ ആത്മശക്തിയോടുകൂടിയുള്ള അവന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ അതൊക്കെ അവൻ ചെയ്തു. പക്ഷേ ശക്തി പോയി കഴിഞ്ഞപ്പോ ശിംശോനെ ഇതാ ഫെലിസ്ത്യൻ വരുന്നെന്ന് പറഞ്ഞപ്പോ കിടന്ന് കൊടയെ ഇന്നത്തെ പാസന്മാരെ. ഞാൻ എൻ്റെ പെന്തക്കോസ്ത് ജീവിതത്തിൽ, അരനൂറ്റാണ്ടിന്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ കണ്ട പല കരുത്തന്മാരും ഇപ്പോൾ ശിംശോൻ ഫെലിസ്ത്യൻ വരുന്നെന്ന് പറയുമ്പോൾ കിടന്ന് കൊടയുക, അവിടെ കിടന്ന് കൊടയാണ്. ഒരു ശക്തിയൊക്കെ പോയി, ശക്തി പോയെന്നേ. പക്ഷേ ഒരു 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 വിഷയമുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കാൻ ഇപ്പം അതിന് നേരമില്ല, ഞാൻ ബിസിയാണ്. ശക്തി പോയി, കൃപ പോയി.
പല ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാന്നാണ് പറയുന്നത്. എനിക്കറിയാം, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇന്നത്തെ കാലഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഭക്തന്മാരുടെ ശക്തി ചോർന്നു പോയി. ലോത്തിന്റെ ഭാര്യയെ പോലെയോ ഓർ ലോത്തിനെ പോലെയോ ഓർ ശിംശാനെ പോലെയോ ഭക്തന്മാർ ആയിത്തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ ഒത്തിരി കരുത്തന്മാരെ ശക്തന്മാരെ കണ്ടിട്ടുണ്ട്. നല്ല ആത്മീക തെറവുള്ളവര്, നന്നായി വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നവര്, നന്നായി പ്രസംഗിച്ചവര്. കാലത്തിന്റെ കടന്നുപോക്കിൽ ഭൗതികമായ നന്മകൾ വന്നോ, അനുഗ്രഹങ്ങളൊക്കെ കുറെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തിയെല്ലാം ചോർന്ന് അവരെല്ലാം ലോത്തിനെ പോലെയോ ലോത്തിന്റെ ഭാര്യയെ പോലെയോ ശിംശോനെ പോലെയോ തകർന്ന് തരിപ്പണമായി കിടക്കുക. ഇപ്പോഴും ഉണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, ശുശ്രൂഷകളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഗുണവുമില്ല ആർക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ കൂടെ കരുത്തന്മാരായ ശക്തന്മാരായ. കാലത്തിന്റെ കടന്നുപോക്കിൽ അവരുടെ ലക്ഷ്യമൊക്കെ മാറിപ്പോയി. അവരുടെ കാഴ്ചപ്പാടുകൾ മങ്ങലേറ്റു. ലോകത്തിന്റെ ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? അങ്ങ് പോയി. സ്വത്രം. എന്നോടൊരു സഹോദരൻ വന്നിട്ട് എനിക്കൊരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, എത്ര വർഷം പ്രാർത്ഥിച്ച് കൊച്ചു കിട്ടി. അത് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം. ആവശ്യങ്ങളില്ല, നമുക്ക് ആവശ്യമില്ല. പ്രാർത്ഥിച്ച് തൊഴിലും കിട്ടി, കൊച്ചും കിട്ടിയപ്പോൾ ആളെന്ത് ചെയ്യും? വിട്ടുപോയി. നല്ലത് ആള് പോയി. ഇപ്പൊ കിടന്ന് വിളിയോട് വിളി. ഞാൻ പറഞ്ഞു, എനിക്ക് സമയം, ഞാൻ ദൈവരാജ്യത്തിന് കെട്ടുപിടിക്കാതിരിക്കുന്ന സമയമാണ്. എനിക്ക് നിങ്ങളോട് വർത്താനം പറഞ്ഞ സമയങ്ങളില്ല, പോട്ടിയടിക്കാൻ സമയമില്ല, തർക്കിക്കാനും വാദിക്കാനും സമയമില്ല. ഐ എം ബിസി. എന്നെ തന്നെ ഞാൻ ഒരുക്കുക. ഇതൊക്കെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോയാൽ അങ്ങ് ചെല്ലുന്നുണ്ട്? ചെല്ലത്തില്ല. ഇത് പ്രസംഗിച്ചിട്ട് ഇതനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പ്രാർത്ഥിച്ച പോലെ 100 മേനി ഈ വചനം എന്നിൽ വിളയണം. സഹോദര, നിങ്ങളിൽ വിളയണം, പാസ്റ്റർ വിളയണം. 30, 20 പോരാ, 100 മേനി ഈ വചനം നമ്മളിൽ വിളയണം. ഈ വചനം നമ്മളിൽ ഫലം തരണം. അതിനാ ഞാൻ പറയാം, വചനം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക. അതാ കർത്താവ് നമുക്ക് വചനം വെളിപ്പെടുത്തി തരുന്നത്. നമുക്കൊരു ലോത്താകാൻ പറ്റത്തില്ല. നമുക്കൊരു സ്വത്രം ലോത്തിന്റെ ഭാര്യയാകാൻ പറ്റത്തില്ല. സ്വത്രം നമുക്ക് ആരാകാൻ പറ്റത്തില്ല? ശിംശോനാകാൻ പറ്റത്തില്ല. അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ ആകാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടിയ രക്ഷ, നമുക്ക് കിട്ടിയ അഭിഷേകം, നമുക്ക് കിട്ടിയ ആത്മീയ ദർശനം ഒരു ഇക്കിട്ടത്തോടെയോ അല്ലാതെയോ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നവരെയും ആ ആത്മീക അനുഭവത്തിൽ നിലനിൽക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പരാജയപ്പെട്ടു പോയ ഒത്തിരി പേരെ എനിക്ക് നമ്മുടെ മുമ്പാകെ നിർത്തി വെക്കാൻ കഴിയും. ഇവിടെ ഇതാ കർത്താവ് പറയുന്നു, റിമെമ്പർ ലോട്ട്സ് വൈഫ്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. ഹല്ലേലൂയ. ലോത്തിനെ ഓർത്തുകൊള്ളി. ദൈവാത്മാവ് പറയുന്നു, ശിംശോനെ ഓർത്തുകൊള്ളി. ഹല്ലേലൂയ. അനന്യാസും സബീറെ ഓർത്തുകൊള്ളി. പുതിയ നിയമത്തിലെ ഒരു പാസ്റ്ററിന്റെ, പൗലോസ് പാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററുടെ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് ദേമാസിനെ ഓർത്തുകൊള്ളി. പാസ്റ്റർമാരെ, ഇത് കേൾക്കുന്ന പാസ്റ്റർമാരെ, ദേമാസ് പാസ്റ്ററിനെ ഓർത്തുകൊള്ളി. സഹോദരിമാരെ, ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളി. സഭയുടെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റുമാരെ, ലോത്തിനെ ഓർത്തുകൊള്ളി. ഞാൻ ഇന്നിവിടെ വരുമ്പോ ഒരു മെസ്സേജും തയ്യാറായില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. കർത്താവ് തരുന്നൊരു സന്ദേശം ഇവിടെ വന്നിരുന്നാണ് ഈ വേദഭാഗന്റെ ഉള്ളിലോട്ട് വരുന്നത്. ഇപ്പം ദിവസം ഒന്നും വേണമെന്നില്ല പ്രസംഗിക്കാൻ. കാരണം അതുപോലെ കർത്താവ് വചനത്തിന്റെ വെളിപ്പാട് ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുക. കൃപയാൽ 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 ഞാൻ പറഞ്ഞു. പൗലോസ് പറയുന്ന പോലെ ഞാൻ ആകുന്നത് കൃപ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കൂടി നമ്മൾ കാണുകയും ചെവിയിൽ കൂടി കേൾക്കുകയും ചെയ്തൊരു വിഷയമാണ്. അല്ലല്ലോ, കഴിഞ്ഞ ദിവസം രണ്ടുപേരും കൂടി പോട്ടിയായി, വഴക്കായി. ആരാ? ട്രംപും ബെഞ്ചമിനും കൂടി. സ്വത്രം. ഇങ്ങനെയായാൽ ശരിയാകത്തില്ല. ട്രംപ് പറയുന്നത് ഇവനെ ഒരു നിലയിൽ ഒതുക്കാൻ പറ്റത്തില്ല. സഖരിയാവ് എന്താ പറഞ്ഞത്? സഖരിയാ പ്രവചനം എന്താ പറഞ്ഞത്? ഞാൻ ഇസ്രായേലിനെ സകലമുള്ള ജാതികൾക്കും ഒരു ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. ഇപ്പൊ ട്രംപ് ആ കല്ല് വന്നുകൊണ്ടിരിക്കും. ട്രംപ് കല്ല് വന്നിട്ട് മുറിവേറ്റോ? പാസ്റ്റർ, വേൾഡ് ട്രേഡ് സെന്ററിൽ മുറിവേറ്റില്ലേ? എടാ, ഇതിനെ ആരെങ്കിലും ചുമന്ന മുറിവേൽക്കും.
കാരണം അങ്ങനത്തെ ഒരു സംഭവമായി. അബ്രഹാമിന്റെ ആ കൊച്ചു കൂടാരത്തിൽ കിടന്ന 2 കുട്ടികളാണ്. ഒന്നാരാണ്? ആഗാറിന്റെ മോൻ ഇസ്മയേല്, ഒന്ന് സാരയുടെ മകൻ. ആ കൂടാരത്തിൽ തുടങ്ങിയ വൈദ്യമാണ്. ഇത് തീർക്കാനായിട്ട് ഒബാമയ്ക്കോ, ഇത് തീർക്കാനായിട്ട് ട്രംപിനോ, ഇത് തീർക്കാനായിട്ട് ഒരു പ്രസിഡന്റിനോ ഒരു മനുഷ്യനോ കഴിയത്തില്ല. സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ഈ വിഷയങ്ങൾക്കൊരു മറുപടി, ഒരു ക്രമീകരണം വരുത്തും. ആർക്കും കഴിയത്തില്ല. ഇതങ്ങനെ വചനം. ഞാൻ ഈ കോടി ചിക്കുന്നവരെ കിടന്ന് ചിക്കി പഠിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചുമ്മാ പറയുകയല്ല, വിടുവോ അക്ഷരം പറയുകയല്ല. ഇത് ഈ പ്രശ്നം തീർക്കാൻ ആർക്കും കഴിക്കും. ക്ലിന്റൺ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ, ഉണ്ടായിരുന്നില്ല? ബിൽ ക്ലിന്റൺ. അഴിമതിയുടെ രാജാവായിരുന്നു. അഴിമതി മോറല് എന്നൊക്കെ അവർ പറയുന്നത്. പുള്ളി പറയാ, എന്തായാലും എനിക്ക് കുറച്ച് കാലം കൂടിയേ ഉള്ളൂ. ഞാനത് വായിച്ചാ പറഞ്ഞത്. ഈ കുറച്ച് കാലം കൊണ്ട് ഈ വിഷയത്തിലൊരു ഗംഭീരണം വരുത്തിയിട്ട് ഞാൻ പോവുള്ളൂ എന്ന് പുള്ളി ഒരു പ്രസ്താവന ഇറക്കി. അപ്പോൾ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഊറി ചിരിച്ചു ഈ പ്രസ്താവന ഇട്ടിട്ട്. കാരണം ഇത് നടക്കാൻ പോകുന്നില്ല. ബൈഡൻ പിന്നെ ഒരു അങ്ങും തൊള്ളാതെ ഒരു മനുഷ്യനായിട്ട് നിൽക്കുകയാണ്. പുള്ളിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ഒരു പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന് അങ്ങ് പോയെന്നേ ഉള്ളൂ. എന്നാൽ ട്രംപ് അങ്ങനെയല്ല. USA പ്രസിഡന്റിലെ ഏറ്റവും അഗ്രഗണ്യനും ബുദ്ധിരാക്ഷസനും അല്ലേ, വലിയ മിടുക്കനുമാണ്. പക്ഷേ ഇസ്രയേലിന് തലസ്ഥാനമായിട്ട് യെരൂശലേമിനെ പ്രഖ്യാപിച്ചത് ട്രംപാണ്. നമ്മളെല്ലാം അത് ശ്രദ്ധിച്ചു. എന്നും എപ്പോഴും ഇസ്രായേലിനോടൊപ്പം ഒട്ടിരിക്കുന്നവരാണ്. ഇപ്പൊ പാസ് തന്നെ പറഞ്ഞു, ഏതൊരു ആവശ്യത്തിനും പിണങ്ങിയാൽ പോലും അവര് ഇസ്രായേലിന്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കില്ല. ശരിയാണത്. പക്ഷേ വചനം നിവൃത്തിയാകണമെങ്കിൽ അതങ്ങനെ ഒരു തമ്മിൽ പോട്ടിയാകണം. അതങ്ങനെ വചനം കിടക്കുന്നത്. ഇസ്രായേൽ ഒറ്റപ്പെടണം. ഇസ്രായേൽ ഒറ്റപ്പെട്ട് അവരെ എല്ലാവരും കൂടി യുദ്ധം ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി അവരൊരു 3 കോടി ഉണ്ടെങ്കിൽ 2 കോടി ജനത്തെയും കൊന്ന് കൊലവിളി നടത്തി കഴിയുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യും? കുത്തിയവങ്കിലേക്ക് നിലവിളിക്കും. താവേ, ഞങ്ങൾ എന്ത് ഇത്ര തകർക്കപ്പെടാനുള്ളതാണ്? ഞങ്ങളുടെ പിതാക്കന്മാർ മശിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണല്ലോ കർത്താവ്. അപ്പൊ അവർക്ക് ബോധ്യം വരുത്തും. യാചനയുടെയും അനുതാപത്തിന്റെയും ആത്മാവിനെ ദൈവം അവർക്ക് കൊടുക്കും. അങ്ങനെ പുസ്തകം എടുത്തു വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. അപ്പോൾ ഇസ്രായേല് യഥാസ്ഥാനപ്പെടാൻ തുടങ്ങും. അനുതാപം വരും അവരുടെ ഹൃദയത്തിൽ. നിങ്ങളുടെ പിതാക്കന്മാർ മശിയെ ക്രൂശിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. യഥാസ്ഥാനപ്പെട്, നിലവിളിക്ക്. അങ്ങനെ നിലവിളിച്ച് ഞങ്ങളുടെ മശിയെ ഞങ്ങൾ ക്രൂശിച്ചു പോയി, സ്വർഗീയ പിതാവേ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കഴിയുമ്പോൾ പിന്നെ യുദ്ധം ചെയ്യുന്നത് ആരാണ്? ഇസ്രായേലല്ല യുദ്ധം ചെയ്യുന്നത്, സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിൻ്റെ മണമൊക്കെ ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ബുക്കിൽ വന്നുകൊണ്ടിരിക്കുക എൻ്റെ മണം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിൻ്റെ എല്ലാവിധ സിംറ്റംസ്, അടയാളങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വചനത്തിലൂടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യവേദ പുസ്തകത്തിലൂടെ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ആ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വരവ്, കർത്താവിൻ്റെ വരവ് ആസന്നമായി. നമ്മൾ ലോത്തിനെ പോലെ ആകരുത്, ലോത്തിന്റെ ഭാര്യയെ പോലെ ആകരുത്, നമ്മൾ ശിംശോനെ പോലെ ആകരുത്, നമ്മൾ ദേമാസിനെ പോലെ ആകരുത്, നമ്മൾ കൈവിടപ്പെട്ടു പോയ ആ 5 കന്യകമാരെ പോലെ ആകരുത്. അതാണ് എൻ്റെ പ്രസംഗം. പക്ഷേ ഈ പ്രസംഗമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. വേണ്ടെന്ന്. ഇതിൽ ഈ ഫോണിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താ ഓപ്ഷൻ ഉണ്ട്? പറ. ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം ചെയ്യാൻ ഒരു കുഴപ്പമില്ല. എൻ്റെ ഗൾഫിൽ നിന്ന് വന്ന ഒരു 3-4 സഹോദരന്മാരുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കരുത്തന്മാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ എന്നോട് പറഞ്ഞു, ഇതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ശരിയായിട്ട് തോന്നുന്നു, ബ്ലോക്ക് ചെയ്തു. ഒരു സഹോദരനോട് പുള്ളി മരിച്ചുണ്ട്. ആ മരിക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ കിടന്ന് കരഞ്ഞു. അത് ഓർത്ത് എന്നോട് പുള്ളി പറയാം, ഹൂബർട്ട് എന്ന് പറഞ്ഞൊരു കണ്ണൂരുകാരൻ്റെ സഹോദരൻ. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററേ, നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ക അച്ചിരിട്ട കാര്യങ്ങളാണ്. ഇതൊന്നും ആർക്കും വേണ്ട പാസ്റ്ററേ. ഞാൻ പറഞ്ഞു, വേണോ വേണ്ടോ എന്നുള്ളതല്ല എൻ്റെ വിഷയമല്ല. ഇത് കേൾക്കുന്നവരെ തിരഞ്ഞെടുക്കേണ്ട കാര്യം അവർക്ക് വേണോ വേണ്ടോ എന്നുള്ളത്. എൻ്റെ വിഷയം പ്രസംഗിക്കുക. പൗലോസിനോട് എന്താ പറഞ്ഞു? അവനൊരു പ്രസംഗിയായിട്ട് ദൈവം അവനെ നിയമിച്ചു. പിതാവാം ദൈവത്താൽ യേശുക്രിസ്തുവിനല്ല അപ്പോസ്തലനായ പൗലോസിനെ ദൈവം നിയമിച്ചു. അതുപോലെ ദൈവം ഈ കാലഘട്ടത്തിൽ എന്നെ നിയമിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. സുവിശേഷ വേല ഏറ്റവും വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ.
എനിക്കിത് വേണ്ട, എനിക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയ വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഉപദേഷ്ടാവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ മാറിപ്പോയാൽ ദൈവം നിങ്ങളെ തട്ടിക്കളയുമെന്ന് പറഞ്ഞു. പക്ഷെ വലിയ കാലതാമസമില്ലാതെ, കാരണം ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റൂ. ആ ബോധ്യം ഉള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും അബദ്ധങ്ങൾ സംഭവിക്കരുത്. നമ്മൾ ആരും മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ, കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും തന്നിരിക്കുന്ന മുന്നറിയിപ്പുകൾ ആരും നമ്മൾ അവഗണിക്കരുത്, അവഗണിക്കരുത്, അവഗണിക്കരുത്. അങ്ങനെ അവഗണിച്ചാൽ നമ്മുടെ ആത്മരക്ഷ അവതാളത്തിലാകും, അപകടത്തിലാകും. അവസാനം നമ്മൾ അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥയായിത്തീരും. അവിടെയില്ല ഇവിടെയില്ല, ആ അവസ്ഥയാണ് ഈ ശീതോഷ്ണവാനം എന്ന് പറഞ്ഞാൽ. എന്താ അർത്ഥം? അതാ ശീതവാനമല്ല, പിന്നെ ശീതോഷ്ണ ഭയങ്കരമുള്ള ഈ അതിനെ പറയുന്നത്. വെള്ളം ചൂടാക്കാൻ വെച്ചപ്പോൾ തിളപ്പിച്ചുകൊണ്ടിരുന്ന നല്ല തീയിലിങ്ങനെ കത്തിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് ഗ്യാസങ്ങ് പോയി. ഗ്യാസങ്ങ് പോയപ്പോൾ എന്ത് ചെയ്തു? ഈ വെള്ളം ചൂടുമല്ല, തണുപ്പ്. അതായത് ലുക്ക് വോം വാട്ടർ എന്നാണ് വാട്ടർ, ലുക്ക് വോം വാട്ടർ. അത് കുടിച്ചാൽ എന്ത് പറ്റും? ഞാൻ പറയാതെ തന്നെ പറയുക. മനസ്സിലായില്ലേ? ആ പരുവത്തിൽ കിടക്കുന്ന വിശ്വാസികള് ഒന്നുകിൽ ശീതവാനായിരിക്കെ, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കും. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാ അവിടെ പറയുന്ന കർത്താവ്. ഈ രണ്ടും കെട്ട പരുവത്തിൽ ശീതോഷ്ണവാനായി, ആത്മീക കുരുടന്മാരായി, ആത്മീക ദരിദ്രന്മാരായി, ആത്മീയ നഗ്നന്മാരായി കിടന്ന് തപ്പിത്തടയുക വിശ്വാസികൾ. ശൂഷകന്മാരും നല്ലൊരു ശതമാനം, എല്ലാവരും അല്ല, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ വലിയ വചനത്തിൻ്റെ വെളിപ്പാടോടുകൂടി മുമ്പോട്ട് പോകുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം അങ്ങനെ ആയിപ്പോയി. സഭകൾ വർദ്ധിച്ചു, പ്രസ്ഥാനങ്ങൾ വർദ്ധിച്ചു, അംഗങ്ങൾ വർദ്ധിച്ചു, കൂട്ടായ്മകൾ വർദ്ധിച്ചു, ബ്രാഞ്ചസുകൾ വർദ്ധിച്ചു, വലിയ വലിയ പ്രസ്ഥാനങ്ങളായി. സത്യം പറഞ്ഞാൽ ഓരോ പ്രസ്ഥാനത്തിനും കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളായി. സ്വത്രം. യെരുശലേം ദേവാലയം അതിൻ്റെ സകല പ്രൗഢിയോടുകൂടി നിൽക്കുമ്പോൾ തന്നെ കർത്താവ് എന്താ പറഞ്ഞേ? ഒരു വാക്ക് പറഞ്ഞത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു? അല്ല, അതുമല്ല, അതുമല്ല, അത് കറക്റ്റ്. ഇത് വിളിക്കപ്പെടും, പിന്നെ വിളിക്കപ്പെടും 100%. അതൊക്കെ അത് വേറെ സബ്ജക്റ്റാണ്. സകല പ്രൗഢിയോടുകൂടി ദേവാലയം നിൽക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഇന്ന് ഓരോ പ്രസ്ഥാനത്തിന് ഓരോ പേര് കിട്ടി, ഇന്ന ഗുഹ, ഇന്ന ഗുഹ, ഇന്ന ഗുഹ, ഇന്ന ഗുഹ. കേൾക്കട്ടെ വാസമില്ലായിരുന്നു. നമുക്ക് പിന്നെ അങ്ങനെ പേരും ഒന്നുമില്ല അല്ലേ? ഒരു സ്വതന്ത്രമായിട്ട് നമ്മൾ നിൽക്കുക. ഇന്ന ഗുഹ, ഇന്ന ഗുഹ. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. കർത്താവ് പറഞ്ഞതിൻ്റെ പർവശം ഞാൻ പറയുക. അവര് പുരോഹിതന്മാര്, ശാസ്ത്രിമാര്, പിന്നെ മഹാപുരോഹിതന്മാര്, ന്യായപ്രമാണത്തിന്റെ കരുത്തന്മാരായ സാരഥികളെല്ലാം വലിയ വലിയ പരിപാടികൾ, യാഗങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് അവരോട് പറയുന്നത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കള്ളന്മാരെ നിങ്ങൾ ഇതിനെ ഗുഹയാക്കി മാറ്റി. ആ അവസ്ഥയിലേക്ക് ഇന്ന് സഭകൾ അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി. ഞാൻ സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും വേദന കൊണ്ടുമാണ് ഈ ദൂത് പറയുന്നതെന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളുക. എനിക്ക് ആരെയും പുച്ഛിക്കേണ്ട, ഇടിച്ചു താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വിഷമമുള്ളതുകൊണ്ട് പറയുക. ഞാൻ ഇതുപോലൊരു കരുത്തനായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരാളായിരുന്ന ആളാണ്. മനസ്സിലായില്ലേ? തകർന്ന് തരിപ്പണമായി പ്രസ്ഥാനങ്ങളെല്ലാം, വ്യക്തികളല്ല. കാരണം എന്താ? മുന്നറിയിപ്പുകൾ അവഗണിച്ചു. നോഹയുടെ കാലത്തെ പോലെ ആയിപ്പോയി. നമുക്ക് നോഹയുടെ കാലം ഒന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം എടുക്കാം. നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചെന്ന് നോക്കാമല്ലോ. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് 36-ലേക്ക് വരണ്ടേ? 36 തൊട്ടാണ് നോഹയുടെ കാലത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്. 6-ന്റെ 1 മുതൽ വായിച്ചാട്ടോ. പഴയ നിയമം പുതിയ നിയമം കൂടി കൂട്ടിച്ചേർത്തൊരു പഠനമാണ്. നോഹയുടെ 6-ാം അധ്യായം വരെ. 6-ാം അധ്യായത്തിൽ 1 മുതൽ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. പെരുകി തുടങ്ങിയോ? അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായി. ഈ ദൈവത്തിന്റെ പുത്രിമാർ മനുഷ്യരുടെ പുത്രിമാർ എന്നുള്ള വിഷയം എനിക്ക് പറയാനറിയാം. പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവിടെ നമ്മൾ വിഷയം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു.
ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാർ സൗന്ദര്യമുള്ളെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് അവരെയും ഭാര്യമാരെ എടുത്തു. അപ്പോൾ യഹോവ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. ഇരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അറിയിച്ചു. അടുത്ത് അപ്പോ ബോധിച്ചതുപോലെ നടന്നപ്പോൾ, നോഹയുടെ കാലഘട്ടത്തിൽ ബോധിച്ചതുപോലെ ജനം നടന്നപ്പോൾ ദൈവം ചെയ്ത ഒരു പണിഷ്മെന്റ് ആണ് എന്താ? ആയുഷ്കാലം വെട്ടിപ്പൊളിച്ചത്. നിങ്ങൾ അതേ അധ്യായം നോക്കൂ. അതേ അധ്യായത്തിന്റെ മുകളിലത്തെ ഭാഗം എടുത്ത് വായിച്ചു നോക്കൂ. മെതുശലേക്ക് 969 20 30 ഒന്നും അങ്ങനെ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഭാഷ. എന്നാലേ അത് നമ്മൾ ആ ഷാർപ്പായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കേണ്ടത്. 969 ഉള്ള കാലഘട്ടത്തിൽ ദൈവം ഒറ്റയടിക്ക് ഈ ആയുസ് കുറയ്ക്കാനുള്ള കാരണം എന്താ? ഒരു മുന്നറിയിപ്പ. ഇവിടെ 30 ആയപ്പോൾ ഓരോരുത്തർക്ക് നടക്കാൻ വയ്യ. 30, 35 ആയപ്പോൾ ഞങ്ങളൊക്കെ 70 അടുത്തോണ്ടിരിക്കുക. 35 വയസ്സായപ്പോൾ നടക്കാൻ വയ്യ. രോഗം, ക്ഷീണം. എന്താ കാര്യം? ബോധിച്ചതുപോലെ നടക്കുക. നമുക്കൊരു പ്രമാണമുണ്ട്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കണം, ഉപദേശപ്രകാരം നടക്കണം. പുതിയ നിയമസഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ആ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ നടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തായി പോകും? ബലഹീനമായി പോകും, നമ്മൾ ക്ഷീണിച്ചു പോകും. യോശുവനെയും കാലേബിനെ കുറിച്ച് പറയുന്നത് എന്താ? വയസ്സ് 80 ആയെങ്കിലും എന്ത് ചെയ്യുക? ആ മരമൊക്കെ എനിക്ക് തരിക, ഞാനെന്ത് ചെയ്യാം? ഞാൻ കീഴടക്കാം. എനിക്കതിനുള്ള ശക്തിയുണ്ട്. കാരണം മോശയുടെ പ്രമാണം ഏറ്റുവാങ്ങിയ മോശയിൽ നിന്ന് ആ പ്രമാണം യോശുവയിലേക്ക് കൊടുത്തു. യോശുവയും കാലേബും കൂടി ഇസ്രായേൽ ജനത്തെ നടത്തി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന പെട്ടെന്നുണ്ട്. ആ യോശുവയും കാലേബും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഇളം തലമുറ, അത് മരുഭൂമി ജനിച്ചവരാ. ബാക്കി എല്ലാം പോയി. എന്ത് സംഭവിച്ചു അവർക്ക്? എന്ത് സംഭവിച്ചു അവർക്ക്? ഭാഷണുള്ളതാണ്. എന്ത് സംഭവിച്ചു? 5 വിധ പാപങ്ങൾ. 5 വിധ പാപങ്ങൾ സംഭവിച്ചു ഇസ്രായേൽ മക്കൾക്ക്. എന്തൊക്കെയാണ് 5 വിധ പാപങ്ങൾ? അത് ഭാഷണം തുറന്നു നോക്കി. അത് തുറന്നു നോക്കി. ഹാർഡായിട്ടുള്ള എഴുതിയുള്ള പാപങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു വായിച്ചോ. ഒന്നാമത് ദുർമോഹികളായി, 2 വിഗ്രഹാരാധികളായി, അടുത്ത പരസംഗം പെട്ടുപോയി, അടുത്ത് ദൈവത്തെ പരീക്ഷിക്കുന്നവരായി മാറി. ഇതൊന്ന് ഹരിഭാഷണം, ഒന്ന് ഭാഷണം, ക്ലാസിന്റെ ഒരു പ്രോഗ്രാം. 5 പാപങ്ങൾ അവർ ചെയ്തു. അവർ മരുഭൂമിയിൽ പട്ടുപോയി. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് ഒരു മുന്നറിയിപ്പ് തരും. അത് ഒരു ക്ലാസ് ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അത് അടുത്ത പൊങ്ങത്ത് ക്ലാസ് എടുക്കാനായിട്ട് ക്ലാസ്സിൽ നേരത്തെ കൊണ്ട് തോന്നിട്ടുണ്ട്. അതിനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് പഠിക്കാൻ നല്ല സൗകര്യം. അത് മുന്നറിയിപ്പുകളാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയത്തിന്റെ, തകർച്ചയുടെ ആ ഏടുകൾ പൗലോസ് പഠിച്ച് മനസ്സിലാക്കി പുതിയ നിയമസഭയ്ക്ക് മുന്നറിയിപ്പായിട്ട് നൽകി. 5 പാപങ്ങൾ അവരെ തകർത്ത് കളഞ്ഞു. ടൈറ്റാനിക്കിന് കൊടുത്ത മുന്നറിയിപ്പ് ടൈറ്റാനിക് സ്വത്രം അവഗണിച്ചു. അതിലെ ജീവനക്കാർ അവഗണിച്ചു. അത് തകർന്നു പോയി. ലോത്തിന്റെ ഭാര്യയെ കൊടുത്ത മുന്നറിയിപ്പ് എന്തായിരുന്നു? അനീശ്വരൻ എന്ന് പറഞ്ഞു. ഓ ഇങ്ങോട്ടൊന്ന് എത്ര അറിവുണ്ടല്ലോ. ഗോഡ് ബ്ലസ്. തിരിഞ്ഞു നോക്കും. അതാ എനിക്ക് മറുപടി കിട്ടേണ്ടത്. ഈ വലിച്ചുമാരി പറയുന്നത് ആ ഷാർപ്പായിട്ടുള്ള ഭാഗം. പുറകോട്ട് നോക്കരുത്, തിരിഞ്ഞു നോക്കരുത്, മുമ്പോട്ട്. ക്രിസ്ത്യൻ ജീവിതത്തിൽ പുറകോട്ട് നോക്കരുത്. പൗലോസ് പറയുന്നു, പിൻപുള്ളതൊക്കെയും മറന്ന് മുൻപിലുള്ള ആഞ്ഞ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു ലക്ഷ്യം പ്രാപിക്കുവാൻ. അതൊരു വലിയ മുന്നറിയിപ്പാണ്.
ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യയെ പുറകോട്ട് നോക്കരുത്. ഞാനതിനെ കുറിച്ച് പറയുന്നത് എനിക്ക് പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം അബ്രഹാം ഈ രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ച് അബ്രഹാം കിട്ടുന്ന സമയങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പറ, യാഗപീഠം പണിയാണ്. യാഗപീഠം പണിയാ. ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ ക്ലോസാണ് അബ്രഹാമിന്റെ തലയിൽ കിടക്കുന്നത്. ദൈവത്തെ ആരാധിക്കുക, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണോ? ഇപ്പുറത്തെ ഈ പുള്ളി എന്ത് ചെയ്യായിരുന്നു? നീരോട്ടം നോക്കി കിടക്കുക. ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ പോലെ അമേരിക്കൻ വിസ, ലണ്ടൻ വിസ, പിന്നെ കാനഡ വിസ, സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, വല്ലയിടത്തും വല്ല വിസ കിട്ടുമോ പാസ്റ്റർ? എന്നോട് ചോദിച്ചു, ഞാനിന്ന് അമേരിക്കയിൽ പോകണം, ആരെങ്കിലും കണക്ഷൻ ഉണ്ടോ? എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. സാറിന് എനിക്ക് നിവൃത്തിയില്ലാണ്ട് എനിക്ക് പറയേണ്ടി വന്നു ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അവിടെ പോയില്ലെന്നൊന്നും പിന്നീട് ഞാൻ അറിഞ്ഞില്ല. പോയി വന്നതിന് ശേഷം ഒന്നും വിളിച്ചു പോലും ഇല്ല. വിളിക്കുകയും വേണ്ട, എനിക്ക് ആരുടെയും വിളിയും വേണ്ട. ഉളം വിളിക്കാത്തവരുടെ ഒന്നും ഒരു വിളിയും വേണ്ട. സ്തോത്രം. അപ്പം നമ്മുടെ ലക്ഷ്യം അതല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ട്, വചനത്തിലൂടെ ഒരു വെളിപ്പാട് തന്നിട്ടുണ്ട്, ഒരു ഉപദേശ സത്യം തന്നിട്ടുണ്ട്. അതിന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശ രൂപം തന്നിട്ടുണ്ട്. ആ ഉപദേശ രൂപം അനുസരിച്ച് ജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പർപ്പസ്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ വീടിച്ചു കളയാൻ ആ ദുഷ്ടം നിൽക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, സ്തോത്രം, ഞാൻ നിർമ്മല കന്യായി വിവാഹം നിങ്ങൾ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമ്പോൾ പാപം നമ്മെ വഷളാക്കി നമ്മളെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്താനാണ് ദുഷ്ടനായ സാത്താൻ ചതികളും കെണികളും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ചതിയിൽപ്പെട്ട്, ഈ കെണിയിൽപ്പെട്ട് അനേകർ വീണ് തകർന്ന് തരിപ്പണമായി കിടക്കുക. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുക. അവിടെ കിടന്നുള്ള പ്രസ്താവനകൾ ഇറങ്ങുക. എന്താ പ്രസ്താവന? പുതിയ നിയമസഭ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു കാലത്ത് വിശുദ്ധരുടെ ഉപദേശം ശക്തിയോടെ പറഞ്ഞവർ ഇപ്പൊ പറയാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആലയം താലിയൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങ് ചെല്ലുമെന്ന്. ഹല്ലേലൂയ. ഈ സ്വർണ്ണം ഇട്ടൊരു സ്വർഗത്തിൽ പോകുമെന്നോ സ്വർണ്ണം ഇടാത്തിൽ പോകുന്നോ അത് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് കിട്ടിയ വചന വെളിപ്പാട് ഈ ലോകത്തിൽ 2 പേരാകരുത്. 2 ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തത്? ലോകക്കാരായിരിക്കാതെ വണ്ണം ജീവിക്കാൻ, ലോകക്കാരെ പോലെ ജീവിക്കാതിരിക്കാനാണ് തെരഞ്ഞെടുത്തത്. ലോകക്കാരെ പോലെ ജീവിക്കാനല്ല. അങ്ങനെയൊക്കെ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? പിന്നെ എന്തിനാ തെരഞ്ഞെടുത്തത്? ഒരു ചോസൺ പീപ്പിൾ ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രാപിച്ചൊരു പീപ്പിൾ, ജനതയായിട്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതല്ല ലോകക്കാരെ പോലെ ജീവിക്കാനല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ. ഇസ്രായേലിന്റെ ദൈവം കൊടുത്ത പ്രമാണത്തിൽ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. അടുത്തത് ജാതികളുടെ കൂട്ടത്തിൽ അവര്, ഇന്നത്തെ ബന്ധുസാരോ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുക, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുക. അതിന് ദർശനം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ശുശ്രൂഷകന്മാരുടെ ശക്തമായ പ്രസ്താവന. ഇവരൊക്കെ എന്നോ വീണുപോയി, എന്നോ പേരുടെ വിക്കറ്റ് കൊണ്ട് സാത്താൻ പോയി. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്, ശിംശോനെ ഇതാ ഫെലിസ്ത്യൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്യും? കുടഞ്ഞിട്ട് എന്ത് പറ്റുന്നില്ല? പൊട്ടുന്നില്ല, കെട്ടൊന്നും പൊട്ടുന്നില്ല. കാരണം അവരവൻ കെട്ടി വെച്ചേക്കും. ആ ബന്ധനം അവൻ തന്നെ വരുത്തി വെച്ചത്. ആ പ്രമാണം അനുസരിക്കാതെ ദൈവവ്യവസ്ഥ മാറിക്കഴിഞ്ഞപ്പോ അവൻ തന്നെ ബന്ധസ്ഥനായി പോയി. ലാസർ മരിച്ചുപോയി, ഉയർപ്പിച്ചു വെച്ചു. ഉയർപ്പിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നില്ല. എന്താ കാര്യം? കെട്ടഴിപ്പി. ആര് കെട്ടി വെച്ചു? കർത്താവ് കെട്ടി വെച്ചു. കെട്ടിയവരഴിക്കണം. നമ്മൾ പ്രമാണം തെറ്റിക്കുമ്പോൾ സാത്താൻ കൊണ്ടുവന്ന് കെട്ടി വയ്ക്കും. അപ്പൊ എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ ബലഹീനനായിപ്പോയി, ഞാൻ വിശുദ്ധ ഉപദേശം പറഞ്ഞവനാ, കർത്താവിനോട് കരുണ കാണിക്കണം, ഒരു അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കണമെന്ന് ദൈവത്തിൽ നിലവിളിച്ച് കരഞ്ഞ് മാപ്പപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച പ്രാഗൽഭ്യം തിരിച്ചു പിടിക്കണം. വിശുദ്ധന്മാർ തെറ്റിപ്പോകില്ലെന്ന് ഞാൻ പറയത്തില്ല. ആ തെറ്റുകളെ തിരുത്തണം. അവരെ അവിടെ കിടന്ന് ഉള്ളരുത്. 10 ചക്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതാണ് ഗ്രീൻ കാർഡ് കിട്ടിയപ്പോൾ എനിക്ക് എന്റെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് വിശുദ്ധ ഉപദേശത്തെ അശുദ്ധനാക്കി പറയരുത്. എസ്കേൽ പ്രവാഹന്റെ പുസ്തകത്തിലുണ്ട്, വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ എന്ത് ചെയ്യണം?
തരംതിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. കയറി പിടിച്ചതും അത് തന്നെ, ആ അധ്യായം തന്നെ. 22-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിച്ചാട്ടാ മാമേ. 26-ാം വാക്യം, യെഹെസ്കേല് 22:26. അതിലെ പുരോഹിതന്മാർ ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. ജനത്തിന് എന്താ വേണ്ടത്, ജനത്തിന് എന്താ വേണ്ടാത്തത്, വേർതിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ജനത്തിനത് അറിയത്തില്ല. ഒരു പുരോഹിത, ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ ഒരു പുരോഹിതനാണ്, ദൈവവുമായിട്ട് ബന്ധത്തിലിരിക്കുന്നവനാ. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ജനത്തിന് കൊടുക്കണം. ഇത് അശുദ്ധി, ഇത് അശുദ്ധി അല്ലാത്തത്, ഇത് തെറ്റ്, ഇത് തെറ്റല്ലാത്തത് വേർതിരിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നത്. യെശയ്യാവ് 3:12 വായിച്ചാൽ മാമ. യെശയ്യാവ് 3:12.